എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒരു വിഷമത്തോടെ വന്ന ആളൊന്നല്ല ഞാൻ വന്നത് ലൈഫ് ഒന്നുകൂടി പഠിക്കാണ്ട് നിങ്ങൾ ഓരോ സംസാരം കേൾക്കുമ്പോൾ ഇതെന്താണ് ഇതൊക്കെ പറയേണ്ടത്, ഇങ്ങനെ നമുക്ക് നേടിയെടുക്കുക ഒരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവസാനം ഞാൻ മാമിന്റെ അടുത്ത് എത്തിയത്. ഇതിനു മുമ്പ് ഞാൻ വേറെ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് എന്താണ് എനിക്ക് എന്നെ അതില് എന്താണ് സന്തോഷത്തോടെ അവരോടൊപ്പം ചേരാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ മാമിന്റെ കൂടെ കൂടി ചേരാനാണ് എനിക്ക് പറ്റിയത്. അത് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് ഗോഡ്. പിന്നെ ഈ ഒരു എന്താണ് ഈ നേരം തന്നെ ഇവിടെ 5 മണിയാണ്. 5 മണിക്കൊക്കെ ഞാൻ എണീക്കാറുണ്ട്, പക്ഷെ നേരത്തെ തിരക്ക് പോകേണ്ട ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ നല്ല സമാധാനത്തിൽ എണീക്കും. എന്നും ഈ നേരമാകുമ്പോൾ ഞാൻ ഇതിന്റെ 4:30 ഞാൻ അവിടെ നിന്ന് എണീക്കും. 4:30 എണീറ്റിട്ട് പിന്നെ മാമിന്റെ 5 മണിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും. ചില ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവാറുണ്ട്, എന്നാലും ഞാൻ ശ്രദ്ധയിലില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ചെവിയിൽ ഈ ഇയർഫോണും വെച്ച് ഇങ്ങനെ ഇരിക്കും ആ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇനിയും പറയാനുണ്ട്, പക്ഷെ ഞാനിപ്പോ അത്താഴത്തിന് എണീറ്റ് നേരാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. എനിക്കറിയാം ഷഹാന വന്നപ്പോൾ ഷഹാനോട് ചോദിച്ചു ഷഹാനയ്ക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ലൈഫ് സുന്ദരമാണ് മാഡം, എൻ്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, കാരണം അൽഹംദുലില്ലാ നല്ല നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എനിക്ക് മാഡത്തിന്റെ സംസാരം കേൾക്കാനും മാഡത്തിനെ കാണാനും വേണ്ടി വന്നാണെന്ന് പറഞ്ഞ ഒരാളാണ് ഷഹാന. അപ്പം അത് എന്നെ ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ചൊരു സെന്റൻസ് ആണ്. കാരണം ഒന്നിനും വേണ്ടിയല്ലാതെ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ, ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു മനസ്സിന്റെ നന്മയൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.